ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമല്ല, ജന്തർ മന്ദറിൽ നടന്ന ഇഷ്യൂസ്, അതെങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, ഒരുപാട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവർ അതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, പിന്നെ അവരുടെ ഫ്യൂച്ചർ എന്താവും, എങ്ങനെ എഫക്റ്റ് ആവും, എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ കേരളത്തിൽ നിന്നുള്ളൊരു വ്യക്തി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുകയാണ്. അത് വെറും ഒരു വ്യക്തിയല്ല, ഷീസ് എ പബ്ലിക് ഫിഗർ, ഷീസ് എ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്, ഷീ ഓൾമോസ്റ്റ് ഹാസ് 6 million ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്നും പോസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒരു നിലപാടില്ലാതെയാണ് ഈ വ്യക്തി ഈ കാര്യത്തിനെ സമീപിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ഓൾറെഡി പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പം ആണ് ഈ ഇഷ്യൂ സംഭവിച്ചെങ്കിൽ നമുക്ക് 2 choices ആണുള്ളത്. ഒന്നെങ്കിൽ ആ ഇഷ്യൂ, ആ കോസിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടിറങ്ങുക, അതല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായിട്ട് ഒരു മൂലയ്ക്ക് മാറി നിൽക്കാം, ഒന്നും ചെയ്യണ്ട, കാഴ്ചക്കാരനായിട്ട് മാത്രം നിൽക്കുക. ഇത് 2 choices ആണുള്ളത്. ഇതിന് നടുക്കൊരു ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് ഇവരുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഇവർ ആ ഒരു മിഡിൽ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടാണ് തോന്നിയത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 2 വള്ളത്തിൽ കാല് വെച്ച് നിൽക്കുക. സ്റ്റുഡൻസിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുമില്ല, എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആ ഒരു രീതിക്ക് മിക്സ്ഡ് ആയിട്ട് വളരെ ക്ലെവർ ആയിട്ടുള്ള രീതിക്കാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ കണ്ടൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽസും സ്റ്റുഡൻസും തമ്മിലുള്ള ഫൈറ്റും അറ്റാക്കും കണ്ടപ്പോൾ അവർക്ക് വിഷമമായി. അപ്പോൾ സ്റ്റുഡൻസിനോട് അവർ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല ഈ കോസിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോവും, നിങ്ങളുടെ ജീവനാണ് വലുത്. ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മരിച്ചുപോയ കുട്ടികളുടെ ജീവൻ വലുതല്ലേ? ഇത്രയും പേര് മരിച്ചു, ബാക്കിയുള്ളവരുടെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള രീതിക്ക് അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഒരു ക്രിപ്റ്റിക് പോസ്റ്റ്, ഒരു കാര്യത്തിന് വ്യക്തതയില്ലാതെ, ഒരു നിലപാടില്ലാതെ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഫുൾ ഏറി തന്നെ, ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. ഞാനപ്പോൾ ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അതിൽ ക്യാപ്ഷൻ ഇട്ടേക്കുന്നു, കമൻറ്റ് ബോക്സ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പോൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അത് ഓഫാക്കി വെച്ചേക്കുന്നു. ഇതെന്താണ്, ഇവിടെയും നിലപാട് നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തി ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുമ്പം അതിൽ നിങ്ങളുടെ ഫോളോവേഴ്സിനും ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ലേ? ക്രിട്ടിസൈസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാവൂ. ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് അവരുടെ സൗകര്യത്തിന് മാത്രമാണ്. അതായത് അവരുടെ തോന്നിവാസം വിളിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ തിരിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് കാണിക്കുമ്പോൾ അത് അവർക്ക് കേൾക്കണ്ട. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു, ആളുകൾ ടാഗ് ചെയ്യുമോ എന്തെങ്കിലും പറയുകയോ ചെയ്ത് അവരെല്ലാം ഇവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സിബി മലയിൽ സാറിൻ്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടു ഇതിന് റിപ്ലൈ ആയിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഒപ്പീനിയൻ തെറ്റാണ്, അല്ലാതെ ഇവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്തതായിട്ട് ഞാൻ അതിലൊന്നും കണ്ടില്ല. അപ്പം ആ പോസ്റ്റിന് റിപ്ലൈ ആയിട്ട് ഇവരൊരു സ്റ്റോറി ഇടുകയാണ്. അതിൽ ഇവർ അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. അതായത് ഫെയിൽഡ് ഫിലിം ഡയറക്ടർ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് സെൽഫ് കൺട്രോൾ ഇല്ലേ? ഒരാൾ നിങ്ങളുടെ ഒപ്പീനിയൻ തെറ്റാണെന്ന് പറയുമ്പോൾ ഉടനെ പ്രൊവോക്കായിട്ട് അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യണോ വേണ്ടത്? അത് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത്, അതിന് പകരം പേഴ്സണലി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ്, നിങ്ങൾക്ക് ഇത്രയും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കി തെറ്റ് തിരുത്തുന്നതിന് പകരം പിന്നെയും ഞാനാണ് ശരി, ഇപ്പം 100 ആൾക്കാർ തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും വട്ട്, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ട്സ് ഈ കാര്യത്തിൽ. നിങ്ങൾക്കിത് എഗ്രിയബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.